ടാനും പിഗ്മെന്റേഷനും ഒക്കെ അടിച്ച മുഖത്തിന് ചെയ്യാൻ പറ്റിയ വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. അപ്പൊ ഇതാ ഇതേപോലെ കരിഞ്ഞുണങ്ങുന്ന മുഖങ്ങൾക്കാണെങ്കിൽ ഇതാ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ അപ്പൊ ഫുൾ ആയിട്ട് കാണാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കേടാണ് കേട്ടോ. നല്ല കട്ട തൈര് എടുക്കാം കേട്ടോ. വീട്ടിലുള്ള തൈര് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന തൈര് എടുത്താലും മതി കേട്ടോ. അപ്പൊ അതൊരു സ്പൂൺ എടുക്കണം കേട്ടോ. ഇനി ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് മഞ്ഞളാണ് കേട്ടോ. അത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ മഞ്ഞളാണ്. പുറത്തുനിന്ന് കടയിൽ നിന്ന് നമ്മൾ വീട്ടിൽ ഈ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞളുണ്ടല്ലോ, അത് ഒരു കാരണവശാലും എടുക്കരുത് കേട്ടോ. വീട്ടിൽ ഇതേപോലെ പൊടിച്ചുണ്ടാക്കണ മഞ്ഞൾ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ അതും ഒരു 1/4 ടീസ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസിൽ നന്നായിട്ട് ഒന്ന് പാക്ക് പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യട്ടെ. ഇപ്പൊ കരിമകലുള്ള ഭാഗത്തോ അത് മാത്രമല്ല, നമുക്ക് ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. സ്കിൻ ഒന്ന് ലൈറ്റൻ ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്ക് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഫേസിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കരിമങ്കല് മാറാനും പിന്നെ ടാൻ മാറാനായിട്ടും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 2 ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ ഈ മഞ്ഞളും കേടും. കേട് മാത്രം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്, മഞ്ഞളാണെങ്കിൽ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ കുറച്ചും കൂടി ഗുണം കൂടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇനി ഒരു 15 to 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ടാനുള്ളവർ പിഗ്മെന്റേഷൻ ഉള്ളവർ ഇത് വീക്ക്ലി ട്വൈസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോ വെയിലില്ലെന്ന് വിചാരിച്ച് നമുക്ക് ടാൻ അടിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. വെയിൽ ഇൻവിസിബിൾ ആണെന്നുള്ളൂ, പക്ഷെ അതിന്റെ എഫക്റ്റ് നമ്മുടെ ഫേസിൽ സ്കിന്നിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്തു പോകുമ്പോൾ എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. പിന്നെ ടാൻ അടിച്ചാലും നമുക്ക് പെട്ടെന്ന് മാറി കിട്ടാനായിട്ടാണെങ്കിൽ ഇത് നമ്മൾ പോകുന്നതിന് മുമ്പേ ഫ്രിഡ്ജിൽ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. അപ്പൊ നമുക്ക് തിരിച്ചു വരുമ്പോൾ പെട്ടെന്ന് ഇതൊന്ന് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അത് റിമൂവ് ആയി കിട്ടും കേട്ടോ. അപ്പൊ ആ ഫേസിൽ ഫുൾ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര നോയ്സ് ആണ് കേട്ടോ. ടിവിയിൽ മ്യൂസിക് വെച്ചേക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ എല്ലാ വീഡിയോയിലും ഇതേപോലെ ഒരു കൂറ് ഡാൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് മടി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം സഹിച്ചേ വെക്കൂ കേട്ടോ. അങ്ങനെ ഞാൻ എന്താ ഫേസ് വാഷ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ബ്രൈറ്റ്നസ് തോന്നണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ടാനും പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു വീക്ക്ലി ട്വൈസ് ആയിട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തന്നെ പിഗ്മെന്റേഷൻ ടാനൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേഗം കാണാം കേട്ടോ. അതുവരേക്കും ബൈ.